അപ്പോ പറഞ്ഞു വന്നത് ഇതാണ്, KLF കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമാണ് DC ബുക്സ് നടത്തുന്നത്. എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് നടക്കാറുള്ളത്. കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ട്, കോഴിക്കോട് ബീച്ചിലാണ് ഈ വലിയ ഒരു 3-4 ദിവസം. നാളെയാണ് അവസാനത്തെ ദിവസം. അപ്പൊ ഇന്ന് 24-ാം തീയതി ജനുവരി വൈകിട്ട് 6 മണിക്ക് ഗ്രന്ഥം എന്ന് പറയുന്ന വെന്യൂവിൽ വെച്ചിട്ട് ഞാൻ കൂടി പാനലിസ്റ്റായ ഒരു ഡിസ്കഷൻ ഉണ്ട്. യാത്രയാണ് നമ്മുടെ ടോപ്പിക് ഇത്തവണ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ ചർച്ചയ്ക്ക് പങ്കെടുക്കാത്ത ഒരു ടോപ്പിക്കാണ്. ഒരു പുതിയ ഐഡന്റിറ്റിയാണ് ട്രാവൽ വ്ളോഗർ എന്നുള്ള രീതിയിൽ. സോ നിങ്ങൾ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ, ആ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വരിക, കേൾക്കുക, കാണുക, നമുക്കൊന്ന് കാണാൻ പരിചയപ്പെടാം. ഓക്കെ, യെസ്. എന്റെ ഫേസ് കുറെ ചേഞ്ച് ആയിരുന്നു, ആണോ? അത് കുറച്ച് മെലിഞ്ഞു. ഇപ്പൊ ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നൊരു വെയിറ്റ് റിഡക്ഷൻ ജേർണിയിലാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം പൊണ്ണക്കവളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. എന്റെ ഫേസ് കുറെ ചേഞ്ച് ആയി എന്ന് കുറെ പേര് പറഞ്ഞു ബേസിക്കലി. പിന്നെന്താണ്, മോളും സാറും, മോള് ദുബായിലാണ്, ഷാർജയിലാണ്. അവിടെ കൊണ്ടുവന്നില്ല. 2 ദിവസത്തിനായിട്ട് വന്നതാണ് ഞാൻ. ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം വന്നതാണ്. ഇന്ന് പുലർച്ചെ എത്തി, നാളെ നൈറ്റ് റിട്ടേൺ ഫ്ലൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ 2 ദിവസത്തിനായതുകൊണ്ട് പാപ്പുവിനെ കൊണ്ടുവന്നില്ല. സാർ ഇവിടെ കോഴിക്കോടുണ്ട്. ഞങ്ങളിപ്പോ വൈകുന്നേരം മീറ്റ് ചെയ്യും. വേറെന്തൊക്കെ പറയൂ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. ആരെങ്കിലൊക്കെ ഉണ്ടോ KLF അവിടെ? യെസ്, ശശി, സലീൽ, ഗുഡ് ആഫ്റ്റർനൂൺ. രാധിക, നൂറുദ്ദീൻ, ജോബിൻ, സഹീർ, മധു മൂത്തേടത്ത് പറയുന്നത് കോപ്പാണെന്ന്. ഓക്കെ, താങ്കളെ പരിചയപ്പെടുത്തിയതിൽ വളരെയധികം സന്തോഷം. സ്വന്തമായിട്ട് അങ്ങനെ ഒരു എന്താ പറയുക, ബോധ്യമുള്ളത് വളരെ നല്ലതാണ്, കോപ്പാണ് എന്നുള്ളത്. നമ്മളോടാണോ മധുചേട്ടാ കളി? ഹൈദരലി, ഹായ്. പിന്നെന്തൊക്കെയാണ്? കോഴിക്കോടാരില്ലേ? കോഴിക്കോടാർ പറയൂ. കോഴിക്കോടും പരിസര പ്രദേശങ്ങളും, മലപ്പുറം ആ ഭാഗത്തുള്ള ആളുകളെ, കൊയിലാണ്ടി, നിങ്ങളൊക്കെ വരില്ലേ KLF-ന്? എനിക്ക് KLF ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതാണ് ഇതിന് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞത്. കുറെ ആളുകളെ കാണാൻ പറ്റും, നമുക്ക് പുതിയ ആളുകളെ പരിചയപ്പെടാൻ പറ്റും, കുറെ സംസാരിക്കാൻ പറ്റും. നല്ലൊരു ആംബിയൻസ് ആണ്. പ്രത്യേകിച്ചിട്ട് അവിടെ ഒരു നൈറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാലേ പല സ്ഥലങ്ങളിലും ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ നാടകം ഉണ്ടാവും, ചിലപ്പോൾ പാട്ടുണ്ടാവും, ഗാനമേള ഉണ്ടാവും. ചില സ്ഥലത്ത് പഴയ മൂവികളൊക്കെ, സിനിമയൊക്കെ അവർ പ്ലേ ചെയ്യും. അപ്പൊ നമുക്ക് ആ ഒരു ബീച്ചിലിരുന്ന് ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആംബിയൻസ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. UAE ക്ലൈമറ്റ് നല്ല തണുപ്പാ ഇപ്പൊ. അയ്യോ, ഒടുക്കത്തെ തണുപ്പാ. കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടൊക്കെ അപേക്ഷിച്ച് ഭയങ്കര തണുപ്പാ. പിന്നെന്താണ്? ഹായ് സജിത്, ഹായ് ജോബിൻ, ഹായ് പത്മ, ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെന്തൊക്കെ? വെൽക്കം ഷമീർ, താങ്ക് യു. അനൂപ്, അബു, രജീഷ്, മധു, അബ്ദുൾ റഹീം. സുഖാണ്. പിന്നെന്താ, സുഖത്തിനെന്താ കുറവ്? സുഖമൊക്കെ സുഖം. ഞങ്ങളിപ്പോ ഏകദേശം കൊണ്ടോട്ടി എത്താറായി. കോഴിക്കോട് എയർപോർട്ട്. ഇന്നലെ ഇവിടെ 12 മണിക്ക് ഇറങ്ങിയിട്ടാണ് ഞാൻ മണ്ണാർക്കാട്ടേക്ക് ഞാനും അനിയനും കൂടി ഇതേ വഴി തിരിച്ചു പോയത്. ഇന്നിപ്പോ അതേ വഴി ഇങ്ങോട്ട് തന്നെ വരുന്നു. പിന്നെന്താണ്? ആ ഭാഗത്തേക്ക് പോവാൻ ഇപ്പൊ പേടിയാണെന്നോ? ഏത് ഭാഗത്തേക്ക്? കോഴിക്കോട്ടേക്കാ? അതെന്താണ്? ഇത്തവണ സാറ് മത്സരിക്കുന്നുണ്ടോ? ആർക്കറിയാം. രാഷ്ട്രീയമല്ലേ, മത്സരിക്കാതിരിക്കാം, അതൊക്കെ അവരുടെ പാർട്ടിയുടെ തീരുമാനങ്ങളല്ലേ. അതിലൊന്നും നമ്മൾ ഇടപെടാറില്ല, അന്വേഷിക്കാറില്ല. മത്സരിക്കുകയാണെങ്കിലും സന്തോഷം, മത്സരിച്ചില്ലെങ്കിലും സന്തോഷം, അത്രേ ഉള്ളൂ. ഇതാ വന്നല്ലോ വനമാല. IYC കോഴിക്കര. നല്ല അന്വർത്ഥമായ പേര്. എന്തിനാണ് ഈ കോൺഗ്രസിനെ ഇങ്ങനെ നാണം കെടുത്താൻ വേണ്ടി ഇങ്ങനെ ഓരോ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? ആ പാർട്ടിക്ക് നിങ്ങൾ നാണക്കേട് ഉണ്ടാക്കല്ലേ പ്ലീസ്. ഓക്കെ, കോഴിക്കര കൊള. പിന്നെ വേറെന്താ, കൂടുതൽ ഞാൻ പറയുന്നില്ല. കോഴികളെ പറ്റി കൂടുതൽ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പലതും പറയേണ്ടി വരും. അതുകൊണ്ട് ഇപ്പൊ എന്നെ കൂടുതൽ കൊണ്ട് പറയിപ്പിക്കണ്ട. യെസ്, എപ്പോഴാണ് മുംബൈയിലേക്ക് വരുന്നത്? സതീഷ് ചോദിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് കാണാൻ, ഞാൻ 3-4 തവണ പോയിട്ടുണ്ട് മുംബൈയില്. പക്ഷെ ഒക്കെ കുഞ്ഞു വിസിറ്റുകളായിരുന്നു. എനിക്ക് മുംബൈ ഒന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് മുംബൈ. ഞാൻ പോയിട്ടില്ല. കാര്യം 2 തവണ പോയത് എനിക്ക് 2 തവണ എക്സാം ആയിരുന്നു അവിടെ, എന്റെ PG എക്സാം. അതിനുവേണ്ടി 2 തവണ പോയി. അപ്പോ ഒരു എക്സാമിന് മുമ്പ് നമുക്ക് ഊഹിക്കാലോ എന്താണ്, നമ്മൾ അവിടെ സ്ഥലമൊന്നും കാണില്ല.
പിന്നെ പോയപ്പോഴും ഒക്കെ ഒരു ഓട്ടപ്രദക്ഷിണായിരുന്നു. എനിക്ക് ശരിക്കും കാണാൻ കുറേ ആഗ്രഹമുള്ള ഒരു സ്ഥലം മുംബൈ. കാണണം. പിന്നെന്താണ് കുപ്പുസ്വാമി, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. യാ, പിന്നെന്താണ് ഷെയ്ഖ് വക്കീൽ, ഹായ് ഹായ് ഹായ്. മെഡിക്കൽ കോളേജിൽ ഇല്ല സുലൈമാൻ, ഇത്തവണ മെഡിക്കൽ കോളേജ് ഞാൻ ലാസ്റ്റ് ടൈം ഞാൻ KLF വന്ന സമയത്ത് ഞങ്ങള് അപ്പോ അത് കോള് വന്നുകൊണ്ട് പോയതാണ്. ഇടയ്ക്കിടയ്ക്ക് പിന്നെ നെറ്റ് ഇങ്ങനെ പോവും. ഇപ്രാവശ്യം പിന്നെ മെഡിക്കൽ കോളേജ് പോകാനുള്ള സമയമില്ല. ഒന്നാമത് ശനിയും ഞായറുമാണ്. ഞാനിപ്പോ ഇന്ന് വൈകുന്നേരം എത്തുന്നതേ ഉള്ളൂ. നാളെ വൈകുന്നേരം പോകുകയും ചെയ്യും. സുനിത വില്യംസിനെ കാണാൻ പറ്റിയില്ല ഭാഗ്യലക്ഷ്മി, അവര് വന്നു പോയില്ലേ. നമ്മുടെ നാട്ടിലൂടെയാണ് പോകുന്നത്. ഹൈവേ കാണിക്കാനോ? അതെന്താ ഇനിയിപ്പോ ഞാൻ കാണിച്ചിട്ട് വേണോ ഹൈവേ കാണാൻ? ക്യാൻ യു വൺ ലൈഫ് ഫോർ നീ റീപ്ലേസ്മെന്റ്? ശ്രീറാം, നീ റീപ്ലേസ്മെന്റിനെ പറ്റി ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യാം. ഞാൻ ഇപ്പൊ അതിലൊരു സ്പെഷ്യലിസ്റ്റ് ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ടോപ്പിക്കുകൾ കൂടുതൽ എടുക്കാത്തത്. കാര്യം എനിക്ക് എന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുട്ടികളുടെ ആരോഗ്യമാണ്. സ്ത്രീകളുടെ ആരോഗ്യത്തെ പറ്റിയും ഒരു പരിധി വരെ നമുക്കറിയാം. എല്ലാത്തിനെ പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ കൂടുതൽ ഇപ്പൊ നീ റീപ്ലേസ്മെന്റിനെ പറ്റിയിട്ടും ഷോൾഡർ റീപ്ലേസ്മെന്റിനെ പറ്റിയിട്ടും ഒക്കെ കുട്ടികളുടെ ഡോക്ടർ സംസാരിക്കുമ്പോൾ അതിനൊരു പ്രശ്നമുണ്ടല്ലോ, അതുകൊണ്ടാണ്. യെസ്, മണികണ്ഠൻ, സുനിൽ, ചിത്രം, അബൂസലാം. ഇടയ്ക്കൊക്കെ മഴയോട് പ്രണയം, ഇടയ്ക്കൊക്കെ ലൈവ് ചെയ്യാം. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഈ ലൈവ് വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോയതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യാൻ ഇങ്ങനെ മടിക്കുന്നത്. ഇതുപോലത്തെ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഈ ഒരു റെലവൻസ് ഇന്നത്തെ ദിവസത്തിന് മാത്രമേ ഉള്ളൂ അല്ലെ. നമ്മളിപ്പോ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം സംസാരിക്കുന്നു. അപ്പോ പക്ഷെ ഹെൽത്ത് ടോപ്പിക്കുകൾ ചെയ്യുമ്പോഴേ കാര്യം അത് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു നഷ്ടമല്ലേ. നര തുടങ്ങി. പിന്നെന്താ, എനിക്ക് പ്രായാവല്ലേ. ഞാൻ എപ്പോഴും എന്റെ പ്രായം പറയുന്ന ആളാണല്ലോ. 42 വയസ്സായി. അപ്പൊ പിന്നെ നരക്കില്ലേ. യെസ് സന്തോഷ്, നാട്ടിലെത്തി. ഗീത, സുൽത്താന, റസിയ, പിന്നെന്തൊക്കെയാണ്? വിനീഷ് പള്ളിക്കോൽ. ഓക്കെ, യാ, സുഖായിരിക്കണോ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാരും ഷാർജയിലും UAE-യിലും ക്ലൈമറ്റാ ചോദിക്കുന്നത്. തണുപ്പാണോ ഇപ്പോ? നമുക്ക് വിന്റർ ആണല്ലോ അവിടെ. അപ്പോ സാധാരണയിൽ കവിഞ്ഞ് തണുപ്പുണ്ട് ഇത്തവണ. നല്ല തണുത്ത കാറ്റൊക്കെയാണ്. ഒരു 5 മണി, വൈകുന്നേരം 5 മണിയൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പാ. അപ്പൊ AC-യും ഫാനൊന്നും വേണ്ട, ആ ഒരു ക്ലൈമറ്റ് ആണ്. മോങ്ങത്ത് എത്തിയോന്ന് ചോദിക്കുന്നുണ്ട്. മോങ്ങം കഴിഞ്ഞു തോന്നുന്നു അല്ലെ? യെസ്, നമ്മൾ ഇന്നലെ വരുമ്പോ കഴിഞ്ഞു. മോങ്ങം കഴിഞ്ഞു കേട്ടോ. ഒറ്റപ്പാലം ഉണ്ടാവില്ല ശ്രീകുമാർ, ആകെ 2 ദിവസത്തിനാ വരുന്നത്. അപ്പൊ ഒറ്റപ്പാലത്തേക്ക് വരവുണ്ടാവില്ല. വേറെന്തൊക്കെയാണ് വിശേഷം? മാതൃഭൂമി ഫെസ്റ്റിവൽ കൊണ്ടോട്ടി കഴിഞ്ഞു. കൊണ്ടോട്ടി എത്തുന്നു. യെസ്, പ്രോഗ്രാം കൊള്ളാമെന്ന് പറയുന്നുണ്ട്. താങ്ക് യു. പിന്നെന്താണ്? രാഷ്ട്രീയം ചർച്ച ചെയ്താൽ തന്നെ അങ്ങനെ ഇപ്പൊ നമുക്ക് വിവാദങ്ങളൊക്കെ ഉണ്ടാവട്ടെ. വിവാദങ്ങൾ ഉണ്ടാവുന്നത് ഒരു രസമല്ലേ. നമുക്ക് തോന്നുന്ന, ഞാൻ എന്റെ പേജില് രാഷ്ട്രീയം, വെറും കക്ഷി രാഷ്ട്രീയം ചർച്ച ചെയ്യാറില്ല. അതെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ചില വിഷയങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അതിൽ രാഷ്ട്രീയവും ഇൻക്ലൂഡഡ് ആവും. അത് നമ്മൾ മനഃപൂർവ്വം ആക്കുന്നതല്ല. അതിലിപ്പോ അത് ഇൻക്ലൂഡഡ് ആവുന്നേ. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ്ലി നമുക്കത് ഒഴിവാക്കിയിട്ടൊന്നും ചർച്ച ചെയ്യാൻ പറ്റില്ല. പേടിച്ചിട്ട് അങ്ങനെ ആരെ പേടിക്കണം? എനിക്ക് എന്റെ പേജിൽ എന്റെ അഭിപ്രായം പറയാൻ ഞാൻ ആരെ പേടിക്കണം? അങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. അങ്ങനെ പേടികളൊന്നും ഇല്ല. ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എന്നും പറയുന്ന ആളാണ്. അത് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. അതിപ്പോ ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വിഷമം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ വിഷമിച്ചോട്ടെ എന്ന് വിചാരിക്കാൻ എനിക്ക് പറ്റും. വേറെന്താ? മാതൃഭൂമി ഫെസ്റ്റിവലിന് ഫെസ്റ്റിവലിന്റെ കാര്യമാണോ? അവരെന്നെ വിളിച്ചിട്ടില്ലാന്നേ. വിളിക്കാതെ എങ്ങനെ ഞാൻ അങ്ങോട്ട് പോവാ? പിന്നെ എനിക്ക് തോന്നുന്നത് അടുത്ത ആഴ്ച എനിക്ക് സെഷനൊന്നും ഇല്ല കേട്ടോ അവിടെ. ചിലപ്പോ അവിടെ ഫ്രീ ആണെങ്കിൽ ഞാൻ കാണാൻ പോവായിരിക്കും. അത്രേ ഉള്ളൂ. സെഷനൊന്നുമില്ല അവിടെ. മാതൃഭൂമി ഫെസ്റ്റിവല് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണോ? എനിക്ക് അതിനെപ്പറ്റി വലിയൊരു ധാരണയില്ല. എന്റെ ഒരു ഫ്രണ്ടിന് അടുത്ത ആഴ്ച അവിടെ ഒരു ടോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വീക്കെൻഡ് എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാൻ അടുത്ത വീക്കെൻഡ്, അടുത്ത 30, 31 ഒക്കെ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരിക്കും കേട്ടോ. അവിടെ ഒരു പരിപാടി ഉണ്ട്.
അപ്പൊ അതിനു വേണ്ടി വരുന്നുണ്ട്. പക്ഷെ മാതൃഭൂമി ഫെസ്റ്റിവൽ അല്ല. മാതൃഭൂമി ഫെസ്റ്റിവലിന് ഇത്തവണ എനിക്ക് സെഷൻ ഒന്നും ഇല്ല. വേറെന്തൊക്കെയാണ് പറയൂ. എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടോ? അതാണല്ലോ ലൈവിന്റെ ഒരു ഉദ്ദേശം. നിങ്ങൾ ചോദിക്കൂ, ഞാൻ ഉത്തരം പറയാം. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ചോദിക്കുക മാത്രമല്ല, ചൊറിയാണെങ്കിൽ ചൊറിയാം, ഞാൻ അങ്ങോട്ട് മാന്താം. ഇന്നിപ്പോ അതിനൊരു മൂടുണ്ട്. നമുക്ക് എപ്പോഴും ചൊറിയന്മാരെ ഡീൽ ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല. ചില ദിവസം നമുക്ക് ചൊറിയന്മാരെ ഒന്ന് ഡീൽ ചെയ്യാനുള്ള ഒരു മൂഡ് വരും. ഇന്നിപ്പോ എനിക്ക് ചൊറിയന്മാരെ കൈ കിട്ടിക്കഴിഞ്ഞ് ഒന്ന് ഡീൽ ചെയ്യാവുന്നുണ്ട്. അവതരണ ശൈലി ഇഷ്ടമാണ് റാഫി. ഓ താങ്ക് യു. യെസ്, ഒരു ചെറിയ സർജറി കഴിഞ്ഞു ഷിബു. ഒരു കുഴപ്പമില്ല, സുഖമായിരിക്കണം. അതൊരു ഡേ കെയർ സർജറി ആയിരുന്നു. അപ്പൊ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ഇട്ടത് കണ്ടിട്ടുണ്ടാവൂലോ. എന്ത് പറയാനാണ്, ഈ നെറ്റ്വർക്ക് കണക്ഷന്റെ കാര്യം വളരെ വളരെ ശോകമൂകമാണ്. ഓക്കെ, ബഹറിൽ നിന്ന് സത്യൻ. നെറ്റ്വർക്ക് വരുന്നു പോകുന്നു. ആ ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി ക്വസ്റ്റ്യൻ. എന്താണ്? യെസ്, സർജറിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അയ്യോ, ആ ക്വസ്റ്റ്യൻ പോയി. അടുത്ത തവണത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡോ? അയ്യോ, ഞാൻ അതിന് മാത്രം വലിയ കിട്ടി. സുൽഫി ഖാൻ ചോദിച്ച ചോദ്യമാണ്, UDF സ്ഥാനാർത്ഥിയായി ആരെങ്കിലും സമീപിച്ചാൽ സമ്മതം മൂടുമോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല അടിപൊളി ചോദ്യം. എന്തൊരു കുത്തിത്തിരിപ്പ്. എനിക്കെന്തായാലും ഇപ്പോ ഒരു ജനപ്രതിനിധി ആവാനുള്ള ഒരു പക്വത ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മാത്രമല്ല, ഇപ്പൊ എനിക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേറെ പലതുമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ട്രാവൽ വ്ളോഗർ. എനിക്കിപ്പോ കുറെ രാജ്യങ്ങൾ കാണുക എന്നുള്ളതാണ് ഇപ്പത്തെ എന്റെ ഒരു ക്രേസ്. അപ്പോ ഓരോ തവണ നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യവും ആരും നിർബന്ധിച്ച് നമ്മൾ ചെയ്യരുത്. അപ്പൊ അത് ശരിയാവില്ല. അപ്പോ എനിക്കൊരു ജനപ്രതിനിധി ആവണമെന്ന് എനിക്ക് തോന്നുമ്പോഴല്ലേ എനിക്ക് ആവാൻ പറ്റൂ. അപ്പോഴേ ഞാനത് പ്രോപ്പറായിട്ട് ചെയ്യൂ. അപ്പൊ എനിക്കിപ്പോ ആഗ്രഹം അതല്ല. ഇപ്പൊ എനിക്ക് ജീവിതത്തിൽ വേറെ പലതും ചെയ്യാൻ ആഗ്രഹം. അപ്പോ അതൊക്കെ ഒന്ന് കഴിയട്ടെ. ഞാൻ പിന്നെ ഒരു കാര്യവും ഒരിക്കലും ജീവിതത്തില്, അതായത് നല്ല കാര്യങ്ങൾ കേട്ടോ, മോശം കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത് അത് നമ്മൾ എടുത്ത തീരുമാനങ്ങളാണല്ലോ. അപ്പൊ ചില കാര്യങ്ങൾ, ചില ചാൻസുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ഏറ്റെടുക്കുമോ ചോദിച്ചാൽ ഞാൻ ഇല്ല എന്ന് പറയാറില്ല. കാരണം ചിലപ്പോൾ ഞാൻ ഏറ്റെടുത്തു എന്ന് വരാം. ഇപ്പോ ഒരു 4 കൊല്ലം മുമ്പ് നിങ്ങൾ ട്രാവൽ വ്ളോഗർ ആവുമോ ചോദിച്ചാൽ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോ ട്രാവൽ വ്ളോഗ്സ് ചെയ്തു തുടങ്ങിയില്ലേ. അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങള് ഇപ്പോ എന്നോട് ചോദിക്കുകയാണ്, നാളെ നിങ്ങൾ ഒരു ജനപ്രതിനിധി ആവുമോ എന്ന് ചോദിച്ചാൽ ആവില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പൊ എനിക്ക് ആ പ്ലാൻ ഇല്ലാന്നേ പറയൂ. ഭാവിയിൽ ചിലപ്പോ അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിന് ഓക്കെ ആണ്, ഞാൻ അതിന് ചെയ്യാൻ പ്രാപ്തയാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ അങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുത്തു എന്ന് വരും. ഞാനില്ലാന്നൊന്നും പറയില്ല. വേറെന്താ? യെസ്, പിന്നെന്താണ്? ആ ബസ്സിലുണ്ടായ സംഗതി ഒന്ന് വിലയിരുത്താമോന്നോ സുരേഷ്? ഞാൻ അതൊക്കെ വിലയിരുത്തി എന്റെ പോസ്റ്റ് ഇട്ടതാണല്ലോ. അതൊക്കെ വിലയിരുത്തലും കഴിഞ്ഞു, പോസ്റ്റും ഇട്ടു. എന്റെ കൃത്യമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഇനിയിപ്പം തന്നെ ഈ പറഞ്ഞ അഭിപ്രായം തന്നെ വീണ്ടും പറഞ്ഞിട്ട് എന്താണ്? വത്സ എന്ന് പറയുന്നവർ പറയുന്നുണ്ട്, ഉരുളക്കുപ്പേരി പോലെ മറുപടി. ഇക്കാലത്ത് അങ്ങനെയൊക്കെ മറുപടി പറഞ്ഞാലേ ജീവിക്കാൻ പറ്റൂ. ഇക്കാലത്ത് നമ്മൾ തൊട്ടാവാടികളായിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകള് തൊട്ടാവാടികളായിട്ട് ഇരുന്നു കഴിഞ്ഞാലേ ഈ സമൂഹം അല്ലെങ്കിൽ നമ്മളെ ചവിട്ടിത്താഴ്ത്താൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിന്റെ കൂടെ ആവശ്യമാണ് നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ അങ്ങനെ തന്നെ വളർത്തണം. ഇപ്പോ 4 ദിവസം മുന്നേ നിങ്ങൾ കേട്ടൊരു വാർത്ത, ഒരു അമ്മയും മകളും ആത്മഹത്യ ചെയ്തൊരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? അവർക്ക് എന്തില്ലാഞ്ഞിട്ടാണ്? പൈസയ്ക്ക് പൈസയുണ്ട്, ആ കുട്ടിയെ കാണാൻ നല്ലൊരു കുട്ടിയാണ്. കല്യാണം കഴിഞ്ഞ് അയാള് വേണ്ടാന്ന് പറഞ്ഞു. അതിൽ മനം നൊന്ത്, അല്ലെങ്കിൽ എന്താ അപമാനം സഹിക്കാൻ വയ്യാതെ. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ അപമാനാന്ന്. നമ്മളൊരു വിവാഹം കഴിഞ്ഞ് അയാൾക്ക് നമ്മളെ വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വേണ്ടെങ്കിൽ അങ്ങോട്ടും വേണ്ട, അത്ര തന്നെ. അതിൽ നമുക്കെന്താണ് അപമാനം? എങ്ങനെയാണ് നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുന്നത്? നമ്മുടെ അഭിമാനം വേറൊരാളുടെ പുറത്താണോ? അല്ലെങ്കിൽ അയാള് നമ്മളെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നതാണോ നമ്മുടെ അഭിമാനം? ഇങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ പെൺകുട്ടികളെ പഠിപ്പിക്കരുത്. ആർക്ക് പോയി? ആ അമ്മയുടെയും മകളുടെയും ജീവിതം പോയി എന്നല്ലാതെ. അപ്പൊ അതുകൊണ്ട് നല്ല തന്റേടികളായിട്ട് ധൈര്യത്തോടു കൂടി വളർത്തണം. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. റഷീദ്, നിങ്ങളെ കേൾക്കണമെന്നുണ്ട്, KLF-ൽ കാണാം. താങ്ക് യു. എന്തായാലും KLF-ൽ കാണാം കേട്ടോ. കോഴിക്കോട് ബീച്ചിലാണ് KLF-ന്. പിന്നെന്താണ്? സേഫ് ഡ്രൈവ്. താങ്ക് യു.
വേറെന്തൊക്കെയുണ്ട്? ഇപ്പൊ വലിയ നെറ്റ്വർക്ക് വലിയ പ്രശ്നമില്ല. നെറ്റ്വർക്കാണ് ഇവിടുത്തെ വലിയ ബില്ലൻ. ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് അല്ലേ? ബെഞ്ചമിൻ ഹായ് ഹായ്, ഐ എം ഗുഡ്. താങ്ക് യു ട്ടോ. പിന്നെന്തൊക്കെ? രാമൻ ഏർക്കര, അബ്ദുൽ സലാം. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? 2026 ഇപ്പൊ എത്ര വേഗമാണല്ലേ? ജനുവരി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ കൊല്ലം വളരെ വേഗം പോകുന്ന ഒരു കൊല്ലമാവുന്നു. ജനുവരി തുടങ്ങിയതും അവസാനിക്കാൻ പോകുന്നതും മനസ്സിലായത് തന്നെ ഇല്ല. റോൾ മോഡൽ നിങ്ങളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആരുടെ റോൾ മോഡല്? നമ്മളെ റോൾ മോഡലാക്കാൻ പറയല്ലോ വേണ്ടത്. അത് ബാക്കിയുള്ളവർക്ക് തോന്നേണ്ട കാര്യമല്ലേ. നമ്മൾ ആരുടെയും റോൾ മോഡൽ ആവാൻ വേണ്ടി ജീവിക്കുക എന്നുള്ളതല്ല. ഞാൻ ജീവിക്കുന്നത് എന്റെ ടേംസിനാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കാറുള്ളത്. അത് നല്ലതാണ് എന്ന് വേറൊരാൾക്ക് തോന്നുന്നത് നല്ല കാര്യമല്ലേ. ഇപ്പൊ നമ്മളെ ഒരാൾ റോൾ മോഡൽ ആക്കി എന്ന് ഇപ്പൊ ആരെങ്കിലും എന്നോട് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അതിന്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വേറൊരാളെ ഇൻസ്പയർ ചെയ്യുന്നു എന്ന് കേൾക്കുന്നത് അത് സുഖമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് റോൾ മോഡൽ ആവാൻ വേണ്ടി നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്താണോ കംഫർട്ടബിൾ അങ്ങനെ ജീവിക്കുക. നമുക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് ജീവിക്കുക. ദുബായിലാണോ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഷാർജയാണ് സഫീന വർക്ക് ചെയ്യുന്നത്. ഷാർജ മെഡ്കെയർ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. മോൾ എന്റെ കൂടെയാണ്. അവള് ദുബായിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രഞ്ജിത്ത്, ഇത്തവണ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് വരാനുള്ള സമയമില്ല രഞ്ജിത്ത്. ആകെ 2 ദിവസമേ ഉള്ളൂ. മണ്ണാർക്കാടാണ് ശ്രീലത വീട്. അതെ മണ്ണാർക്കാടാണ് ഞാൻ ജനിച്ചതും വളർന്നതും. 10ാം ക്ലാസ് വരെ പഠിച്ചത് മണ്ണാർക്കാടാണ്. ശശി പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, നെറ്റ് പോകുന്നതാണ്, ഒരു രക്ഷയില്ല. മെഡിക്കൽ ഫീൽഡ് UAE ആണോ കേരളയാണോ നല്ലത് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു കമ്പാരിസൺ ഒന്നും പറ്റില്ല. രണ്ട് ഡിഫറെന്റ് സിസ്റ്റംസ് അല്ലേ. കേരളത്തില് നല്ലതുണ്ട് ചീത്തയുണ്ട്, അതുപോലെ തന്നെ UAEയിലും നല്ലതും ചീത്തയുണ്ട്. ഇവിടെ നല്ല ലോകത്ത് എല്ലായിടത്തും അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എവിടെയും ഇല്ല. ഒരു രക്ഷയില്ല കേട്ടോ. ഇനി ഒരിക്കൽ കൂടി നമ്മുടെ നെറ്റ്വർക്ക് പോയി കഴിഞ്ഞാൽ ഞാനിത് പതുക്കെ വൈൻഡപ്പ് ചെയ്യും. കാര്യം നിങ്ങൾക്കും ഇത് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടാവില്ല, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെറ്റ് പോകുന്നോണ്ടേ. അപ്പോ എന്റെ പേരക്കുട്ടിക്ക് ദേവദർശ എന്നാണ് പേര്. ദച്ചു എന്ന് വിളിക്കും. ഹായ് പറയുമ്പോ പിന്നെന്താ? എത്രയായി പേരക്കുട്ടിയുടെ പ്രായം എത്രയായി? ദേവദർശ, ദച്ചുവിന് ഹായ് ട്ടോ. ഹായ്. പിന്നെന്താണ്? അച്ഛൻ വന്നിട്ടില്ല. അച്ഛൻ നാട്ടിലാണ്. അച്ഛൻ മണ്ണാർക്കാടുണ്ട്. അച്ഛൻ 2 മാസം മുന്നേ പോകുന്നതാ. സൺഡേ KLF ഉണ്ടായിരിക്കും സതീശൻ. ഞാൻ സൺഡേ ഉണ്ടായിരിക്കും കേട്ടോ. നാളെയും കൂടി ഉണ്ട്. നാളെ ലാസ്റ്റ് ദിവസമല്ലേ. തിരുവില്ലാമലയിൽ വരുന്നില്ല സുനിൽ. തിരുവില്ലാമലയിൽ വരാൻ പ്രാവശ്യം സമയമില്ല. 2 ദിവസത്തിന് വന്നതല്ലേ, അതുകൊണ്ട്. ശ്വേത, യു ആർ ഇൻഡീഡ് ആൻ ഇൻസ്പിറേഷൻ ടു മീ. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. നമുക്കത് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമാണ് ശ്വേത. പിന്നെന്താണ്? ഞങ്ങളൊപ്പം പഠിച്ചതാണ്. എന്റെ അച്ഛനുമായിട്ടാണോ രാജ്കുമാർ അങ്കിൾ ഒപ്പം പഠിച്ചത്? ഓക്കെ. ശ്യാമള, ഞാനും മണ്ണാർക്കാട്ടുകാരിയാണ്. ആണോ? ആഹാ, ഞാനും മണ്ണാർക്കാട്ടുകാരിയാണ്. യെസ്. 4 വയസ്സ്. ഓക്കെ. ഇപ്പൊ ദച്ചുവിന്റെ അടുത്ത് അന്വേഷണം പറയൂ കേട്ടോ. ആന്റി അന്വേഷിച്ചു എന്ന് പറയൂ. പേരെന്തൊക്കെയാണ്? ഇപ്പൊ എവിടെ എത്തിയിടാത്? കൊണ്ടോട്ടി കഴിയുന്നു. അയ്യോ, എന്ത് ഭയങ്കര ട്രാഫിക്കാണ്. അങ്ങനെ മുട്ടിയിട്ടേ പോവാൻ പറ്റുന്നുള്ളൂ. ഇനി വേഗം എത്തുന്നു വിചാരിക്കുന്നു. ഒരു 4 മണിക്കെങ്കിലും വെന്യൂവിൽ എത്തണം എന്നുണ്ടായിരുന്നു. 6 മണിക്കല്ലേ സെഷൻ. അപ്പൊ ഒരു 4 മണിക്ക് ചെന്നൊക്കൊന്ന് കാം ഡൗൺ ചെയ്ത് കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഡോക്ടറെ കാണുമ്പോ വലിയ സന്തോഷാണോ? ആഹാ, കൊള്ളാലോ. പിന്നെന്താണ്? ഒരു മെസ്സേജ് ഹായ് സ്നേഹ ഹായ് ജാഫർ. ഞാൻ ഇപ്പതാ ഇങ്ങനെ ഏത് വിഷയത്തിലാണ് റഷീദ്? ഞാൻ യാത്രയെ പറ്റിയാണ് സംസാരിക്കുന്നത്. യാത്ര. സുജിത് ഭക്തൻ ഉണ്ട്. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട വ്ളോഗർ അല്ലേ സുജിത് ഭക്തൻ? അദ്ദേഹം ഉണ്ട് നമ്മുടെ ടീമില്. ഞങ്ങളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകളെ പറ്റി സംസാരിക്കുന്നു. ആഫ്റ്റർ സർജറി പിന്നെ ഷിബു സുഖായി കേട്ടോ, ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. ഷാർജയില് ഞാൻ മെഡ്കെയർ ഹോസ്പിറ്റൽ, ഷാർജ കിങ് ഫൈസൽ റോഡിലുള്ള മെഡ്കെയർ ഹോസ്പിറ്റലിലാണ്. പിന്നെന്തൊക്കെയാണ് പറയൂ. കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ
കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് എന്റെ ഒരു സെഷൻ ഉണ്ട്, അതിനാണ് പോകുന്നത്. നമ്മളിപ്പോ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റിയിട്ടല്ല കേട്ടോ സംസാരിക്കുന്നത്, ഇത് വെറും ഒരു ചിറ്റാറ്റ് ആണ്. അപ്പൊ ഇതില് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ചോദിക്കേണ്ട, കാരണം ഞാൻ ഇന്ന് വെറുതെ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളോ അങ്ങനത്തെ ജീവിതത്തെ പറ്റി സംസാരിക്കാം. എപ്പോഴും ഹെൽത്തിനെ പറ്റി സംസാരിച്ചാൽ ഇഷ്ടമാണ് കൂടുതൽ വെറുപ്പിക്കല്ലേന്നോ. വെറുക്കുകയാണെങ്കിൽ വെറുത്തോ ബാനർജി, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ബാനർജി സലീം, ഓക്കെ. അങ്ങനെ ഇപ്പൊ നമ്മൾക്ക് ആളുകളെ കൊണ്ട് ഇഷ്ടപ്പെടിപ്പിച്ച് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കുറെ പേര് നമ്മളെ ഇഷ്ടപ്പെടും, കുറെ പേര് നമ്മളെ വെറുക്കും, കുറെ പേര് നമ്മളെ എന്താ പറയാ, അല്ലെങ്കിൽ അങ്ങനെ പലതും ഉണ്ടായിരിക്കും. അതൊക്കെ ഓക്കെ.